DV ജവഹർ വിദ്യാ മന്ദിറിലാണ് ധോണി തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവിടെ ഗോൾ കീപ്പറായി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് കോച്ച് കേശവ് ബാനർജിയുടെ നിർദ്ദേശപ്രകാരം ധോണി ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2003 വരെ ഇന്ത്യൻ റെയിൽവേയുടെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിന് കീഴിൽ ഖരഗ്പൂരിൽ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ധോണി ജോലി ചെയ്തു. 2000ന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ഏകദിന ടീം രാഹുൽ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുത്തു. വിക്കറ്റ് കീപ്പേഴ്സിന് ബാറ്റിംഗ് കഴിവിൽ കുറവില്ല എന്ന് ഉറപ്പുവരുത്തുകയും മറ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായ പാർത്ഥിവ് പട്ടേൽ, ദിനേശ് കാർത്തിക് എന്നിവരെ പരീക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യ എ ടീമിന് വേണ്ടി ധോണി മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ 2004 ഡിസംബറിൽ ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഏകദിന ടീമിൽ ധോണിയെ തിരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തന്നെ അരങ്ങേറ്റം കുറിച്ച ധോണി ഡക്കിന് റണ്ണൌട്ടായി. 2005 നവംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഹോം പരമ്പരയ്ക്ക് ശേഷം ധോണി ഇന്ത്യൻ ടീമിലെ സ്ഥിരം കളിക്കാരനായി. അതേ മാസം ശ്രീലങ്കയ്ക്കെതിരെ ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ പര്യടനത്തിനിടെ ധോണി തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചു. ധോണി തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ 30 റൺസ് നേടിയിരുന്നുവെങ്കിലും ആ മാച്ച് മഴയെ ബാധിച്ച് സമനിലയിൽ കലാശിച്ചു. രണ്ടാം ടെസ്റ്റിൽ തന്റെ കന്നി അർദ്ധ സെഞ്ചുറി നേടിയ ധോണി ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. 2007ന്റെ തുടക്കത്തിൽ വെസ്റ്റ് ഇൻഡീസിനും ശ്രീലങ്കയ്ക്കുമെതിരെ ഇന്ത്യ ഒരേപോലെ 3-1 എന്ന നിലയിൽ വിജയങ്ങൾ രേഖപ്പെടുത്തി. 2 പരമ്പരകളിലും ധോണിയുടെ ശരാശരി 100 കവിഞ്ഞു. 2007 സെപ്റ്റംബറിൽ നടന്ന ആദ്യ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി ധോണിയെ നിയമിച്ചു. ധോണി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ടൂർണമെന്റ് സ്വന്തമാക്കിയത്. പിന്നീട് 2007 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ടീമിന്റെ ഭാഗമായിരുന്നു ധോണി. എന്നാൽ ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോടും തോറ്റതിനു ശേഷം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ അപ്രതീക്ഷിതമായി പുറത്തായിരുന്നു. ഈ 2 മത്സരങ്ങളിലും ധോണി ഡക്ക് ആയിരുന്നു. ടൂർണമെന്റിൽ വെറും 29 റൺസ് ആയിരുന്നു ധോണി ആകെ നേടിയത്. തൽഫലമായി ധോണിയുടെ റാഞ്ചിയിലെ വീട് ജെഎംഎം പ്രവർത്തകർ നശിപ്പിക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. അതുവഴി ധോണിയുടെ കുടുംബത്തിന് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. 2007 സെപ്റ്റംബർ 2 ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ 6 സ്റ്റംപിംഗ് നടത്തി ഏകദിനത്തിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സ്റ്റംപിംഗ് എന്ന ആദം ഗിൽക്രിസ്റ്റിന്റെ അന്താരാഷ്ട്ര റെക്കോർഡിന് ഒപ്പമെത്തി ധോണി. 2009 സെപ്റ്റംബർ 30 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ട്രാവിസ് ഡൗളിനെതിരെ ബോൾ ചെയ്ത് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരേയൊരു വിക്കറ്റും നേടി. 2009 ഏകദിനത്തിൽ മികച്ച ഒരു വർഷമായിരുന്നു ധോണിക്ക്. വെറും 24 ഇന്നിംഗ്സുകളിൽ നിന്ന് 70.43 എന്ന ശരാശരിയിൽ 1198 റൺസ് നേടി ICC ഏകദിന ബാറ്റ്സ്മാൻ റാങ്കിങ്ങിൽ നിരവധി മാസങ്ങൾ ധോണി ഒന്നാമതെത്തി. ഇതോടെ ICC ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ധോണി നിയമിതനായി. ധോണിയോടൊപ്പം അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് ഷോട്ടായ ഹെലികോപ്റ്റർ ഷോട്ടും ഇന്ത്യൻ ജനത ഏറ്റെടുത്തു. 2009 നവംബറിലെ ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനത്തിൽ ധോണി 2 സെഞ്ചുറികൾ നേടിയിരുന്നു. അത് ചരിത്രത്തിലാദ്യമായി ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്താൻ ഇന്ത്യയെ സഹായിച്ചു. ധോണിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ 28 വർഷത്തിനു ശേഷം 2011 ലോകകപ്പ് കിരീടം നേടിയത്. 91 റൺസാണ് ഫൈനലിൽ ധോണിയുടെ നേട്ടം. ഇതോടെ ഏകദിന ലോകകപ്പും T20 ലോകകപ്പും ഏറ്റുവാങ്ങിയ ഒരേയൊരു ക്യാപ്റ്റൻ എന്ന പദവി ധോണി സ്വന്തമാക്കി. 2013 ഹൈദരാബാദ് ടെസ്റ്റിൽ ഓസീസിനെ തോൽപ്പിച്ചതോടെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയങ്ങൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന ബഹുമതി ധോണി നേടി. സൗരവ് ഗാംഗുലിയുടെ റെക്കോർഡ് പിന്തള്ളി 22 ടെസ്റ്റിലാണ് ധോണി ക്യാപ്റ്റനായുള്ള ഇന്ത്യൻ ടീം വിജയിച്ചത്. T20 വേൾഡ് കപ്പ്, ODI വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നിവ നേടി ICCയുടെ 3 ട്രോഫികളും നേടുന്ന ഏക ക്യാപ്റ്റനായി ധോണി മാറി. 2008 ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ധോണിക്ക് ലഭിച്ചു. 2009 4ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും 2018 3ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചു. 2011 ഇന്ത്യൻ സൈന്യം സമ്മാനിച്ച ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ പാരച്യൂട്ട് റെജിമെന്റിൽ ധോണിക്ക് ലഫ്റ്റനന്റ് കേണൽ പദവിയുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈയെ നയിച്ച ധോണി ആ ടീമിനെ 10 തവണ ഫൈനലിൽ എത്തിക്കുകയും 5 തവണ കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തു. കൂടാതെ 2 ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയും ധോണി ചെന്നൈക്കായി നേടി. 2020 ഓഗസ്റ്റ് 15-നാണ് MS ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാൾ കൂടിയാണ് മഹേന്ദ്ര സിംഗ് ധോണി.